കഴിഞ്ഞകാല കേരളം തുടർച്ച. 1504 പോർത്തുഗീസ് പട്ടാള ക്യാപ്റ്റനായ പച്ചീസ്കോയുടെ ചെറുത്തുനിൽപ്പ് വിവരിക്കുന്നതിൽ ആമുഖമായി വെറ്റോ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കൊച്ചിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ നാട്ടുകാർക്ക് വേണ്ടത്ര ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവിടെയായി അല്പം കൃഷിഭൂമിയുണ്ട്. എന്നാൽ ജനങ്ങൾക്കാവശ്യമായ അരി കോറമണ്ടൽ തീരത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. ഇത് മുഹമ്മദീയ കച്ചവടക്കാർ നാട്ടിലാകെ കൊണ്ടു നടന്ന് വിൽക്കുന്നു. അരി ഭക്ഷിക്കുന്ന നാടായ കൊച്ചിയിൽ അരി പുറമേ നിന്ന് വരണമെന്ന വ്യവസ്ഥ. 1580 അവിടം സന്ദർശിച്ച ഇംഗ്ലീഷ് കച്ചവടക്കാരനായ റാൽഫ് ഫിച്ചും ഇതേ കാര്യം തന്നെ നിരീക്ഷിക്കുന്നു. 1606 ഫ്രഞ്ചുകാരനായ പെറാൻഡ് കോഴിക്കോട് കണ്ട സ്ഥിതിയും വ്യത്യസ്തമല്ല. അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സമതലമായ ഈ പ്രദേശം ഫലപുഷ്ടി ഉള്ളതും ഫലങ്ങൾ, ധാന്യങ്ങൾ, മൃഗങ്ങൾ, മേച്ചിൽ സ്ഥലങ്ങൾ എന്നിവ സമൃദ്ധമായിട്ടുള്ളതുമാണ്. ജനങ്ങളിൽ ഭൂരിഭാഗവും വേണ്ട അരി മാത്രം പുറത്തുനിന്ന് വരുത്തേണ്ടിയിരിക്കുന്നു. നാട്ടിലുണ്ടാകുന്ന അരി ആവശ്യത്തിന് മതിയാകുന്നില്ല. പുറത്തുനിന്നും അരിയല്ലാതെ വേറെ ചരക്കുകളൊന്നും അവർ വാങ്ങുന്നുമില്ല. അരിയുടെ കാര്യത്തിൽ തിരുവിതാംകൂറിൻ്റെ നിലയും ഏറെ വ്യത്യസ്തമല്ല. 1870-നും 1890-നും ഇടയ്ക്ക് തിരുവിതാംകൂർ പുറത്തുനിന്നും ഇറക്കുമതി ചെയ്ത അരിയുടെ തോത് പ്രതിവർഷം 14.5 ലക്ഷം ടണ്ണായിരുന്നു. ഭൂരിപക്ഷം നാട്ടുകാരും ആഹരിച്ചിരുന്ന അരിയുടെ തോത് ഇത്ര തുച്ഛമായിരുന്നു എന്നും ഈ കണക്ക് ബോധ്യമാകും. നാട്ടുകാരിൽ കുറേ പേരെങ്കിലും ദിവസം 25 പൈസ കൂലി ലഭിച്ചു തുടങ്ങിയപ്പോൾ അവരും അരി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇടങ്ങഴി അരിക്ക് 5 പൈസ വിലയില്ലാത്ത അക്കാലത്താണ് ഈ ഇറക്കുമതി. കായിക അധ്വാനക്കാരായ നാട്ടിലെ താഴ്ന്ന ജാതിക്കാർ മുൻകാലങ്ങളിൽ എങ്ങനെ ജീവിച്ചിരുന്നുവെന്ന് ബർത്തലോമ വിവരിക്കുന്നു. രാവിലെ ജോലിക്ക് പോകും മുമ്പ് കുറച്ചരി വെള്ളത്തിലിട്ട് വേവിച്ച് ഉണ്ടാക്കുന്ന കഞ്ഞി അവർ കഴിക്കുന്നു. ഈ പ്രാതലിന് ശേഷം അവർ ജോലി ആരംഭിക്കുകയും 4 മണി വരെ തുടരുകയും ചെയ്യുന്നു. വൈകുന്നേരം അത്താഴ ഭക്ഷണം കഴിക്കുകയും സൂര്യാസ്തമയത്തോടെ തുടങ്ങുന്ന ഉറക്കം പിറ്റേന്ന് വെളുപ്പ് വരെ തുടരുകയും ചെയ്യും. ഇത്തരത്തിൽ കീഴ്ജാതിക്കാരായ ഇഴിയം അടിമകളും കുലിയർ തുടങ്ങിയ അജമ്മ അടിമകളും മുക്കാൽ പട്ടിണിക്കാരായിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഏറിയ പങ്കും ഇറക്കുമതി ആണെന്ന് കാണാം. ഇത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നെൽകൃഷി നടന്ന രീതി എന്തെന്ന് കാണാൻ കഴിയുക. ഈ രീതി എന്താണെന്ന് പരിശോധിക്കുകയാണ് പത്മനാഭ മേനോൻ സംഗ്രഹിച്ചിരിക്കുന്ന പുസ്തകത്തിൽ